ഇവിടേക്ക് എന്തിനു വന്നു? ഭാര്യയുടെ അടുത്തേക്ക് ഭർത്താവ് എന്തിനാണെന്ന് പറഞ്ഞിരുന്നു. വിഷ്ണു, പ്ലീസ് ഇപ്പൊ പോകും. ജയശ്രീ എന്തിനാ ഭയപ്പെടുന്നത്? മേനോന്റെ വീട്ടിൽ പാർട്ടിക്ക് പോകാൻ വേണ്ടി അദ്ദേഹം നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതിനു മുൻപ് ഞാൻ പൊയ്ക്കൊള്ളാം. ഇതാണല്ലേടി ഇതിന്റെ അസുഖം. ഇന്ന് ചോറിന് നന്ദി കാണിക്കാത്ത തേവടി. അവളെ തുടരുത്. എന്റെ വീട്ടിൽ കയറി വന്ന എന്റെ ഭാര്യയെ തുടരുന്ന് പറയേണ്ടി ആരാടാ? വന്നപ്പോൾ കണ്ടില്ലേ ഞാൻ ആരായിരുന്നു? നീ അകത്ത് പോ. രണ്ടിനെ ഞാൻ വെറുതെ വിടില്ല. ഏതായാലും നടന്നത് നടന്നു. ഇനി ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടാൻ നോക്കണം. നമ്മളിൽ ആരെങ്കിലും ഒരാൾ അബദ്ധം കാണിച്ചാൽ രണ്ടുപേരും അകത്താവും. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് പറയൂ. എനിക്ക് പേടിയാവുന്നു. പറയാം. ഹലോ, can I speak to Mr. Menon? ചന്ദ്രയ, 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 ചന്ദ്രയ. എന്റെ ഭർത്താവിനെ കൊന്നു. ജയശ്രീ, ഇതെങ്ങനെ സംഭവിച്ചു? ഫാക്ടറിയിലെ കണക്കുകളെ കുറിച്ച് ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായി. അതിന്റെ അവസാനം. ജയശ്രീ, മേനോൻ സാർ, എന്താ ഈ കാണിച്ചത്? നിങ്ങളാരെ? ഇവരുടെ ഫാക്ടറി മാനേജരാ. ഓഫീസിൽ കണക്ക് നോക്കുന്നതിനിടയിൽ മേനോൻ സാർ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നത് കണ്ടു. പിന്നെ മിസ്സിസ് നായരുടെ ഫോൺ വന്നത് ഇവിടെ ഭയങ്കര വഴക്ക് നടക്കുന്നെന്ന. വില്യംസ് പറഞ്ഞതുപോലെ ചെയ്തു കളഞ്ഞല്ലോ സാർ. വില്യംസ്, മിസ്റ്റർ മേനോൻ, യു ആർ അണ്ടർ അറസ്റ്റ്. ഹലോ, കൊലപാതകമോ? അച്ഛനെ ഈ നിലയിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും അച്ഛൻ? എന്താണ് നടന്നതെന്ന് ദയവ് ഇത് അച്ഛൻ തുറന്നു പറയണം.
എന്നോടും പിള്ളേരോടും പറയാൻ വയ്യാത്ത കാര്യമുണ്ടോ അങ്ങക്ക്? എന്നോടൊന്നും ചോദിക്കരുത്. അങ്ങ് ലോകപ്പിലാണെങ്കിലും അങ്ങേക്കാളും വലിയ ശിക്ഷയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അച്ഛനും ആർ സി നായരും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. ഞങ്ങളോട് പറയാൻ മടിക്കുന്ന കാര്യം അച്ഛൻ പോലീസിനോടെങ്കിലും തുറന്നു പറയും. ഇല്ലെങ്കിൽ അച്ഛൻ ചെയ്തു എന്ന് പറയുന്ന കൊലപാതക കുറ്റം മക്കളെ ഞങ്ങളെ ഏറ്റെടുക്കേണ്ടി വരും. ലക്ഷ്മി, എന്റെ ഭാര്യയും മക്കളും എന്നെ അനുസരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങൾ എന്ത് വേണമെന്ന് പറയൂ. മക്കളെയും കൂട്ടി വീട്ടിലേക്ക് പോകും. അഡ്വക്കേറ്റ് എന്ത് പറഞ്ഞു ചേട്ടാ? അച്ഛൻ സത്യം മറച്ചു പിടിക്കുന്നിടത്തോളം കാലം ഈ കേസിൽ നിന്ന് അച്ഛനെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് വക്കീൽ പറയുന്നത്. മാനേജർ വില്യംസും ജയശ്രീയും കൊടുത്തിരിക്കുന്ന തെളിവുകളെല്ലാം അച്ഛനെതിരാണ്. അമ്മാനെ രക്ഷിക്കാൻ ഒരു വഴിയില്ലെന്നേ. അതിനുവേണ്ടി ഞാൻ പഠിച്ച നിയമവും ഇരക്കൽ തപ്പി തടയുകയാണ് മോളെ. ഈശ്വരനോട് പ്രാർത്ഥിക്കാനല്ലാതെ ഇന്ത്യൻ പീനൽ കോഡ് തിരുത്താൻ എന്നെ കൊണ്ടാവില്ല. നമസ്കാരമുണ്ട് മിസ്സസ് മേനോൻ. ഭർത്താവിന്റെ കേസിന്റെ വിധി പറയുന്ന ദിവസമായതുകൊണ്ടായിരിക്കും നേരത്തെ തിരിക്കുന്നത്. ഏത് കേസിലും നീതിയിൽ നിന്നും വ്യതിചലിക്കാത്തവരല്ലേ നിങ്ങൾ. ഇന്നെന്ത് വിധി പറയുമെന്ന് അറിയുവാൻ എന്നെപ്പോലുള്ള നാട്ടുകാർക്ക് ആകാംക്ഷയുണ്ട്. അമ്മ എന്തിനാ രാജിവെച്ചത്? മോനെ, ലക്ഷ്മി മേനോൻ എന്ന ഡിസ്ട്രിക്ട് ജഡ്ജ് ഒരു നിമിഷം അമ്മയായി, ഭാര്യയായി. നിങ്ങളുടെ അച്ഛനെ പ്രതികൂട്ടി നിർത്തി ശിക്ഷിക്കാൻ കഴിയാത്ത സ്ത്രീയായിപ്പോയി. അച്ഛന്റെ കേസ് ഏൽപ്പിച്ചത് ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ വക്കീൽമാരെ. വിധി അറിയട്ടെ. ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നീതികേടാണ് വിധിക്കുന്നുവെങ്കിൽ നിരപരാധികളെ ശിക്ഷിച്ചിട്ട് ആ രക്തം കൊണ്ട് കൈകഴുകുന്ന ഇവിടുത്തെ കോടതികളുടെ സഹായമില്ലാതെ എന്റെ അച്ഛന്റെ സത്യം ഞാൻ ഈ ലോകത്ത് തെളിയിക്കും. എന്റെ ഈശ്വര, എത്രയോ കേസിന്റെ വിധി എഴുതിയ ഞാൻ എന്റെ കുടുംബത്തിന്റെ വിധി എഴുത്തറിയാൻ ഇടയുന്നത് നീ കാണുന്നില്ലേ? അമ്മേ, ഞങ്ങൾ പോയി വക്കീലിനെ കണ്ടിട്ട് ഉടനെ വരാം.
ഈ കേസിലെ പ്രതിയായ ശ്രീധര മേനോൻ തന്റെ പാർട്ണറും സതീർത്ഥനുമായിരുന്ന RC നായരെ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് വെച്ച് അതിക്രൂരമായി കൊല ചെയ്തുവെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. ആയതിനാൽ IPC 302 വകുപ്പനുസരിച്ച് പ്രതിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കാൻ കോടതി ഉത്തരവായിരിക്കും. വിഷ്ണുവിന്റെ നെഞ്ചിൽ പകയുടെ തീ പിടിച്ചാൽ അതെല്ലാം നശിപ്പിച്ചിട്ട് അടങ്ങും. അതിൽ ലക്ഷ്മി മേനോന്റെ കുടുംബം മുഴുവനും കത്തിത്തകരും. അപ്പോൾ മാത്രമേ എന്റെ പ്രതികാരം പൂർത്തിയാകൂ. എനിക്കിനി കാണേണ്ടത് തെരുവിൽ തിന്നുന്ന അമ്മയും മക്കളെയുമാണ്. അതിനുള്ള കരുക്കുകളെല്ലാം ഞാൻ ഒരുക്കി കഴിഞ്ഞു. ഫാക്ടറി കണക്കുകൾ ഇപ്പോൾ നോക്കിയാൽ അവർ ചില്ലിക്കാശ് പോലും സ്വന്തമായിട്ടില്ലാത്തവരാണ്. മാത്രമല്ല, കണക്കുകൾ പറയുന്നത് ലക്ഷങ്ങൾ മേനോൻ RC നായരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടെന്നുമാണ്. എല്ലാം ഞാൻ തിരിച്ചെഴുതി കഴിഞ്ഞു. വെരി ഗുഡ് ന്യൂസ്. നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത തുക എപ്പോൾ വേണമെങ്കിലും വാങ്ങാം. ജപ്തി കഴിഞ്ഞതിന് ശേഷം മതി. ജയശ്രീക്ക് അടുത്ത് ചൂട് വയ്ക്കാം. അതിനുശേഷം നിന്റേത് മാത്രമായിരിക്കും ആ ഫാക്ടറി. ഇതിലൊന്ന് ഒപ്പിട്ടേക്കൂ. മക്കളെ, നിങ്ങൾ ഈ വീട് വിട്ട് എവിടെയും പോകരുത്. അമ്മയ്ക്ക് ഒരു സമാധാനമില്ല. അമ്മ എന്തിനെ ഭയപ്പെടുന്നു? എന്തു വന്നാലും നേരിട്ടല്ലേ കഴിയും. അച്ഛന്റെ കേസിന് അപ്പീൽ കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാ ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ. ഐശ്വര്യം നിറഞ്ഞ ഈ വീട് ഇത്ര പെട്ടെന്ന് ഒരറക്കില്ലമായി മാറുമെന്ന് ഞാൻ കരുതിയില്ല. മിസ്റ്റർ മേനോൻ സബ് ജയിലിൽ വെച്ച് മരിച്ചു. അച്ഛനെന്ത് പറ്റിയല്ലോ? മിസ്റ്റർ മേനോൻ RC നായർക്ക് കൊടുക്കാനുള്ള കടത്തിന് മേൽ വീട് ജപ്തിയായിരിക്കുന്നു. അമ്മ ഒപ്പിടരുത്. ഇതിലെന്തോ ചതിയുണ്ട്. തെരുവിലിറങ്ങി പോകേണ്ടി വന്നാലും നിയമത്തിനെതിരായി പോകാൻ എന്നെ കൊണ്ടാവില്ല മോനെ. ഹംസ ജീവിച്ചിരിക്കുന്നിടത്തോളം അമ്മയും രാജുവും ദേവിയും തെരുവിലിറങ്ങേണ്ടി വരില്ല. താമസത്തിന് വേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്യാമേ. ഇനി തരുമമ്മേ. പടച്ചവൻ എപ്പോഴും നല്ല ആളുകളാണ് നൊമ്പരപ്പെടുത്തുന്നത്. ഇങ്ങനൊരു വാടക വീട്ടിലേക്ക് വെട്ടിലേക്ക് വരേണ്ടി വരുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. വരുന്നതെല്ലാം അനുഭവിച്ചേ പറ്റൂ നസീമേ. അമ്മേ, ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത നിങ്ങളെ ദ്രോഹിച്ചൊരു മനുഷ്യരല്ല. ഈ ദുനിയാവിൽ സത്യം ഉണ്ടെങ്കിൽ അവനൊക്കെ എന്നെങ്കിലും എണ്ണി കണക്ക് പറയേണ്ടി വരും. നമ്മൾ അന്യരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നസീമേ. ഉയർച്ചയും താഴ്ചയും ജീവിതത്തിലുള്ളതാ. തമ്പിയേട്ടനോ? ഇരിക്കൂ. ഇരുന്നട്ടെ. വീട് ജപ്തി ചെയ്ത വിവരം നിഷയുടെ ടെലിഗ്രാം കിട്ടുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. വിധി ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചു എന്ന് പറഞ്ഞാൽ മതി തമ്പിയേട്ട. ഏതായാലും നിങ്ങൾ ഈ വാടക വീട്ടിൽ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾക്ക് അവിടെ വന്ന് താമസിക്കാം. വേണ്ട ചേട്ടാ, അങ്ങനെ പറയരുത്. നമ്മളെല്ലാം ഒരു കുടുംബം പോലെ ജീവിച്ചു വന്നവരാണ്. സ്വത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാളെ എന്റെ മകൾ ജീവിക്കുന്നത് നിങ്ങളോടൊപ്പമാണ്. ഞാൻ വിളിക്കുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്കൊരു ദുരഭിമാനം തോന്നേണ്ട കാര്യമില്ല. അതുകൊണ്ടല്ല തമ്പിയേട്ട,
എന്റെ മക്കളുടെ അച്ഛൻ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയ ആളായിരുന്നു. പക്ഷെ അവസാനം ജയിലിൽ കിടന്ന് ആരോരും ഇല്ലാതെ മരിക്കാനാണ് ദൈവം നിശ്ചയിച്ചിരുന്നത്. അതാലോചിക്കുമ്പോ വാടക വീട്ടിൽ താമസിക്കുന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല. നിന്റെ നിരാശയും വിഷമവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ പഠിത്തം നിർത്തേണ്ടി വന്നതും കൂട്ടുകാരെ പിരിയേണ്ടി വന്നതും എല്ലാം എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമല്ലോ. സാരമില്ല ചേട്ടാ, ഭക്ഷണം കഴിക്കാൻ കൂടി നിവൃത്തിയില്ലാതെ വരുമ്പോ പഠിത്തത്തെക്കുറിച്ച്. അങ്ങനെയല്ല, നീ വീണ്ടും കോളേജ് ചേരണം, പഠിക്കണം. അതിനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. അതിന് പണം വേണ്ടേ? ഞാൻ ഉണ്ടാക്കും. വരൂ. മൂപ്പ, ആ ഗേറ്റ് പാസിംഗ് ഇതാ. ഈ ഷിഫ്റ്റ് തരുന്നതിന് എനിക്ക് ലോഡ് കൊണ്ടിറക്കണം. പാസ്സൊക്കെ തരാം. ആ 2 ലോഡ് ഇറക്കി കൊടുത്ത് എന്റെ കമ്മീഷൻ കൂടെ അടുത്ത ട്രിപ്പിന് വരുമ്പോൾ തരാമെന്നേ. മൂപ്പന് വയസ്സുകാലത്ത് കാശിന് വലിയ ആർത്തിയാണല്ലോ. എന്റെ പൊന്നു മോനെ, ഞാൻ അത്യാഗ്രഹം കൊണ്ടല്ല കമ്മീഷൻ ചോദിക്കുന്നത്. ഒരു പെണ്ണെന്നുള്ളതിന് വയസ്സ് 20 കഴിഞ്ഞു. ഇവിടുത്തെ ശമ്പളം വിശ്വസിച്ചുകൊണ്ടിരുന്ന അവളുടെ കല്യാണത്തിന് വരെ ഷഷ്ടിപൂർത്തി നടത്തേണ്ടി വരും. ഞാൻ തമാശ പറഞ്ഞല്ലേ, മൂപ്പനെ ക്ഷമിച്ചോളാ. ആ രാജുവോ? ഹംസകയോ? നാളെ മൂപ്പന് ആളെ മനസ്സിലായോ? നമ്മുടെ മേനാദ്യത്തിന്റെ മോനല്ലേ? അതെ. രാജു ഇവിടെ ആരെ കാണാമെന്നാ? ഞാനൊരു ജോലി അന്വേഷിച്ച് അലഞ്ഞെറിഞ്ഞ് ഇവിടെയും വന്ന് പെട്ടു. ജോലിയോ? രാജുവിന്റെ പഠിപ്പനുസരിച്ച് പെട്ടെന്ന് ഇവിടെ എന്ത് ജോലി കിട്ടാനാ? പഠിപ്പ് വേണ്ടാത്ത ജോലി ആയാലും മതി. 10ാം ക്ലാസ്സുകാരന് ഉദ്യോഗം കിട്ടുമ്പോ ഡിഗ്രിക്കാരൻ തെട്ടുന്ന കാലമല്ലേ. എന്ത് ജോലി ആയാലും ഞാൻ ചെയ്യും. ഹംസക്കാർക്ക് പരിചയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നാ നിന്റെ പാസ് കയ്യിൽ വെച്ചോ, ഞാൻ വരട്ടെ. ഇവരുടെ സ്ഥിതി മൂപ്പൻ അറിയാമല്ലോ. ഹാർബറിൽ ഏതെങ്കിലും സെക്ഷനിൽ ആളെടുക്കുന്നുണ്ടോ? 2 ചരക്കപ്പൽ വന്നിട്ടുണ്ട്. കുറെ ചുമട്ടു തൊഴിലാളികളുടെ സമരത്തിലായതുകൊണ്ട് ചിലപ്പോ കയറ്റാനും ഇറക്കാനും ടെമ്പററിക്കാരെ ആവശ്യമുണ്ടാവും. എന്നാൽ എനിക്ക് വേണ്ടി മൂപ്പൻ രാജുവിന് എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കണം. നിനക്ക് വേണ്ടിയിട്ടല്ല, കമ്മീഷന് വേണ്ടിയിട്ടാ. ബാബുജി വരട്ടെ. ശരി.